റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടിയ ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 തവണ പറഞ്ഞിരുന്നു. അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണമേ. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. നമസ്കാരം ഒരു പാപമായിരുന്നോ? ആ വ്യക്തി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമസ്കരിച്ചു. അതൊരു തെറ്റല്ല, അതൊരു പാപമല്ല, മഹത്തായ ഇബാദത്താണ്. എന്നിട്ടും എന്തിനാണ് നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാനുള്ള കാരണം? നാം ചൊല്ലുന്ന ഒരു ദിക്റിന്റെ പോലും പരിപൂർണമായ അർത്ഥവും ആശയവും ഉൾക്കൊള്ളാൻ സൃഷ്ടികൾ അശക്തരാണ്. എന്നിരിക്കെ നമസ്കാരത്തിൽ ചൊല്ലുന്ന ഒട്ടനേകം ദിക്റുകളുടെ ഗൗരവമറിയാതെയുള്ള നമ്മുടെ നമസ്കാരം, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ വീഴ്ചകൾ, ഇങ്ങനെ ആത്മീയമായും കർമ്മപരമായും നമസ്കാരത്തിൽ നമ്മളിൽ നിന്നുണ്ടായ വീഴ്ചകൾ നാഥാ നീ പുറത്തു തരണമേ. നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ഈ നമസ്കാരം എന്നിൽ നിന്ന് നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്ന് സ്വീകരിക്കൂ. നാഥാ, ഈ നമസ്കാരത്തിൽ തഖ്വയിൽ നിന്ന് എവിടെയെങ്കിലും കുറവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ എനിക്ക് പുറത്തു മാപ്പാക്കി തരണം എന്നാണ് ആ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും അതിലെ ഹിക്മത്തും. സ്വഹാബികൾ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞാൽ സലാം വീട്ടിയാൽ ഇങ്ങനെ പറയും, അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി അൻതൽ മുഖദ്ദിം വഅൻതൽ മുഅഖിർ ലാ ഇലാഹ ഇല്ലാ അൻത്. അല്ലാഹുവേ, ഞാൻ രഹസ്യമായി ചെയ്ത പാപങ്ങൾ, പരസ്യമായി ചെയ്ത പാപങ്ങൾ, ഞാൻ അമിതമായി ചെയ്ത പാപങ്ങൾ, ഞാൻ നേരത്തെ ചെയ്തത്, ഞാൻ പിന്നീട് ചെയ്യാൻ മാറ്റിവെച്ചത് എല്ലാം അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ. ആരാധ്യനായി നീയല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായി ഞാൻ അമിതമായി ചെയ്തു പോയ പാപങ്ങളൊക്കെ എനിക്ക് നീ പുറത്തു തരണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് ശേഷം പറയാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമസ്കാര ശേഷം നാം നടത്തുന്ന ദിക്റുകളിൽ ഏറ്റവും വലിയ ദിക്ർ അല്ലെങ്കിൽ ദുആ അത് ഇസ്തിഗ്ഫാറിന് വേണ്ടിയുള്ള, പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. രണ്ടാമത്, നാം അള്ളാഹുവിൻ്റെ തൗഹീദിനെ സ്ഥാപിക്കുകയാണ്. കാരണം ഒരാൾ തൗഹീദ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ജീവിതത്തിൽ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടുന്ന ഇബാദത്താണ് അസ്സലാഹ്, നമസ്കാരം. നമസ്കാരത്തിലുടനീളം ആ തൗഹീദായിരുന്നു നമ്മൾ പ്രഖ്യാപിച്ചത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ ഇസ്തിആന, സഹായം തേടുകയും ചെയ്യുന്നു. അങ്ങനെ ആ തൗഹീദിന്റെ പൂർണ്ണമായ രൂപം ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം നമസ്കരിച്ചത്. എന്നാലും നമസ്കാരത്തിന് ശേഷം വീണ്ടും നമ്മുടെ ആദർശത്തിൽ വ്യതിയാനം സംഭവിക്കാതിരിക്കാൻ ആ തൗഹീദിനെ നമ്മൾ പ്രഖ്യാപിക്കുന്നു. ആദ്യമായി നാം പ്രഖ്യാപിക്കുന്നത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്താണ്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവേ, നീ സലാമാകുന്നു, അസ്സലാമാകുന്നു, അഥവാ എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായവനും അതോടൊപ്പം സൃഷ്ടികൾക്ക് സംരക്ഷണം നൽകുന്നവനും സുരക്ഷിതത്വം നൽകുന്നവനുമാണ്. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് സമാധാനം, നിന്നിൽ നിന്നല്ലാതെ സമാധാനമില്ല. തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, ഔന്നിത്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ഉടമയായ നാഥ, നീ തീർച്ചയായും അനുഗ്രഹ സമ്പൂർണനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ നാമഗുണവിശേഷണങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അത് നീ മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ച് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് സ്ഥാപിക്കുകയാണ്. രണ്ടാമത്തത് തൗഹീദുൽ ഉലൂഹിയ്യ, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെ സ്ഥാപിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല, അവനല്ലാതെ വേറെ ആരാധ്യനില്ല. എല്ലാ അധികാരവും അവന്, എല്ലാ സ്തുതികളും അവന്, അവനെല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു എന്ന ആരാധനക്കർഹൻ അല്ലാഹു മാത്രമെന്ന തൗഹീദുൽ ഉലൂഹിയത്ത് നാം രണ്ടാമതായി സ്ഥാപിക്കുന്നു. മൂന്നാമതായി തൗഹീദുർ റുബൂബിയ്യത്താണ് സ്ഥാപിക്കുന്നത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ് മിൻകൽ ജദ്.
അല്ലാഹുവേ, നീ നൽകിയത് തടയുവാനോ നീ തടഞ്ഞതിനെ നൽകുവാനോ കഴിവുള്ള ഒരാളുമില്ല. ഒരു ഔദാര്യമുള്ളവനും ഒരു കഴിവുള്ളവനും ഒരു പ്രതാപമുള്ളവനും നിന്റെ അടുക്കൽ അതൊന്നും ഒരു പ്രതാപമേ അല്ല. എല്ലാ പ്രതാപവും നിനക്കാണ്. നീ നൽകിയതിനെ തടയാൻ സൃഷ്ടികൾക്ക് സാധ്യമല്ല, നീ തടഞ്ഞതിനെ നേടിത്തരാനും സൃഷ്ടികൾക്ക് സാധ്യമല്ല. എന്നിരിക്കെ സൃഷ്ടികളിലേക്ക് ഞങ്ങൾ തിരികെയില്ല നാഥ, നിന്നിലേക്ക് മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുകയുള്ളൂ എന്നുള്ള തൗഹീദിന്റെ ആ 3 അവസ്ഥകളുടെ പ്രഖ്യാപനമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിന്റെ ഏറ്റവും പ്രബല ഭാഗമായ തവക്കുൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കൽ, അവനല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനം അള്ളാഹുവിന്റെ റസൂൽ നടത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് ലഹുൻ നിഅമതു വലഹുൽ ഫദ്ലു വലഹുസ് സനാഉൽ ഹസൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും മുക്തിയുമില്ല. എല്ലാ നിഅമത്തുകളും അവനിൽ നിന്ന്, എല്ലാ ഔദാര്യവും അവനിൽ നിന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ സനാഉകളും അവന് തന്നെ. സത്യനിഷേധികൾ, മുശ്രിക്കുകൾ, കാഫിറുകൾ എത്ര തന്നെ വെറുത്താലും ഈ തൗഹീദ് ഞങ്ങൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കും. വലൗ കരിഹൽ കാഫിറൂൻ, കാഫിറുകൾക്ക് അതിനോട് എത്ര വെറുപ്പുണ്ടായാലും ശരി, തൗഹീദ് ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന പ്രഖ്യാപനമാണ് പിന്നീട് നമസ്കാരത്തിന് ശേഷം നാം നിർവഹിക്കുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം അതേതൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന കലാമാണ്. സ്വഹാബികൾ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, പണക്കാരായ ആളുകൾ ധാരാളം സദഖ ചെയ്യുന്നു, അവർ ഹജ്ജ് ചെയ്യുന്നു, അവർ ഉംറ ചെയ്യുന്നു, എല്ലാ നന്മകളും അവർ കൊണ്ടുപോയി, ഞങ്ങൾക്കെങ്ങനെ അവരുടെ ദറജയിൽ എത്താൻ സാധിക്കും? പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചില വാചകങ്ങൾ പറഞ്ഞു തരാം. അദറക്തും മൻ സബഖകും വലം യുദ്രികുൻ അഹദുൻ ബഅദകും, നിങ്ങളെ മുൻകടന്നവരെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും, നിങ്ങൾക്ക് ശേഷമുള്ളവർക്ക് നിങ്ങളുടെ അടുത്ത് എത്താനും പറ്റില്ല. ഏതാണത്? നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ പറയണം, അൽഹംദുലില്ലാഹ് എന്ന് 33 തവണ പറയണം, അല്ലാഹു അക്ബർ എന്ന് 34 തവണ പറയണം. ഒരു രൂപം അതാണ്. 34 തവണ അല്ലാഹു അക്ബർ, 33 തവണ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ നിങ്ങൾ 100 തികച്ചാൽ ഗുഫിറത് ഖതായാഹു വലൗ കാനത് മിസ്ലു സബദിൽ ബഹർ, കടലിലെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും അള്ളാഹു നിങ്ങൾക്കത് പുറത്തു തരുമെന്നാണ്. മറ്റൊരു റിവായത്തിലുള്ളത് ഓരോന്നും 33 തവണ പറഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിങ്ങൾ 100 തികയ്ക്കുക എന്നാണ്. മറ്റൊരു റിവായത്തിൽ പ്രവാചകൻ പറഞ്ഞത് സുബ്ഹാനല്ലാഹ് എന്ന് 25 തവണ, അൽഹംദുലില്ലാഹ് എന്ന് 25 തവണ, അല്ലാഹു അക്ബർ എന്ന് 25 തവണ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 25 തവണ. അങ്ങനെ അതും നിങ്ങൾ 100 തികയ്ക്കണമെന്നാണ്. ഇനി അതിനു പോലും സമയമില്ലാത്തവരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖസ്ലതാൻ ലാ യുഹാഫിളു അലൈഹിമാ അബ്ദുൻ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന വഹുമാ യസീർ വലാകിൻ മൻ യഅമലു ബിഹിമാ ഖലീൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 2 ഖസ്ലത്തുകൾ ഒരു മുഅ്മിനായ അടിമ അത് മുഹാഫളത്ത് നടത്തിയാൽ, പതിവായി ചെയ്താൽ, ഇല്ലാ ദഖലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിൽ പോവാതിരിക്കില്ല. അത് പക്ഷേ വളരെ കുറച്ചേ ഉള്ളൂ. എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, അത് വളരെ ലളിതമാണ്, പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും വളരെ കുറവാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, യുസബ്ബിഹു ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ 10 വയഹ്മദു 10 വയുകബ്ബിറു 10, 10 തവണ മാത്രം സുബ്ഹാനല്ലാഹ് എന്ന് 10 തവണ, അൽഹംദുലില്ലാഹ് 10 തവണ, അല്ലാഹു അക്ബർ 10 തവണ. പ്രവാചകൻ ചോദിച്ചു, 5 വക്തിൽ ഇങ്ങനെ 10 തവണ പറഞ്ഞാൽ എത്രയുണ്ടാകും? പ്രവാചകൻ പറഞ്ഞു, 150, 150. ആ 150 അതെന്താണ്? ഫിൽ ലിസാൻ, നാവിൽ 150 ഉള്ളൂ. പക്ഷേ ഫിൽ മീസാൻ 1500, 1500 പുണ്യമാണ്. 1500 പുണ്യം. ശേഷം പ്രവാചകൻ പറഞ്ഞു, ഉറങ്ങാൻ കിടക്കുമ്പോഴും നിങ്ങൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ഇത് രണ്ടും 33 തവണ, അല്ലാഹു അക്ബർ 34 തവണ. പ്രവാചകൻ പറഞ്ഞു 100 തവണ നാവിൽ, എന്നാൽ മീസാനിൽ അത് 1000 ടോട്ടൽ പ്രവാചകൻ പറഞ്ഞു 2500. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അയ്യുക്കും യഅമലു ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ 2500 സയ്യിഅ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദിവസം 2500 പാപം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. 2500 പാപങ്ങൾ ഒരു ദിവസം ചെയ്യാൻ കഴിയുമോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളൊക്കെ 10 തവണ ഇതേപോലെ ചൊല്ലുന്നതിലൂടെ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് ആ നന്മകൾ നേടിയെടുക്കാൻ സാധിക്കും. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ പറഞ്ഞല്ലോ അത് വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് പ്രവർത്തിക്കുന്നവർ കുറവാണെന്ന്, എന്താണ് കാരണം? പ്രവാചകൻ പറഞ്ഞു, യഅ്തി അഹദുകുമുശ് ശൈത്താൻ. ഇത് ചൊല്ലൽ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഒരു ശൈത്താൻ വരും ഫീ മനാമി, ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഫയുനവ്വിമുഹു ഖബ്ല അൻ യഖൂലഹാ, അത് പറയുന്നതിന് മുമ്പ് അവനെ മറ്റു ചിന്തകളിലാക്കി അവനെ ഉറക്കിക്കളയും. അല്ലെങ്കിൽ യഅ്തി ഫീ സ്വലാത്തി, നമസ്കാരത്തിലേക്ക് വരും, എന്നിട്ട് ഫയുദക്കിറുഹു ഹാജത്തൻ, ഒരാവശ്യം അവന്റെ മനസ്സിൽ ഓർമ്മപ്പെടുത്തും. അങ്ങനെ വയഖൂമു ഖബ്ല അൻ യഖൂലഹാ, അത് പറയുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോകും. എഴുന്നേൽക്കുന്ന ആവേശം കണ്ടാൽ വിചാരിക്കും എന്തോ തീപിടിച്ച പണി എടുക്കാനുണ്ട് എന്ന്. എന്നാൽ പുറത്തിറങ്ങിയാൽ ഒന്നെങ്കിൽ അവിടെ എവിടെയോ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാകും, സംസാരിച്ച് നിൽക്കുന്നുണ്ടാകും, അതല്ലെങ്കിൽ ചായ കുടിക്കാൻ പോകുന്നുണ്ടാകും. അങ്ങനെയൊക്കെയാണ് പിശാച് നിങ്ങളിൽ നിന്ന് ആ നന്മയെ തട്ടിയെടുക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമസ്കാരത്തിന് ശേഷം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള തഹ്ലീലും തസ്ബീഹും തഹ്മീദുകളുടെയും പ്രാധാന്യമാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് റബ്ബിൽ നിന്ന് സ്വർഗം കിട്ടേണ്ടതുണ്ട്. സ്വർഗം കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ആവശ്യപ്പെടണം, സ്വർഗം തേടണം. എങ്ങനെ? നിങ്ങളെല്ലാവരും എല്ലാ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അങ്ങനെ നിങ്ങൾ പാരായണം ചെയ്താൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലൽ മൗത്ത്, മരണമല്ലാതെ ആ വ്യക്തിക്ക് സ്വർഗത്ത് പോകാൻ വേറെ തടസ്സമില്ല എന്നാണ്. മരണമല്ലാതെ ആ വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ വേറെ തടസ്സമില്ല. എല്ലാ വഖ്ത് നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി, തൗഹീദ് ഉൾക്കൊള്ളുന്ന അഅ്ളമു ആയ ഫീ കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബിലെ ഏറ്റവും മഹത്തായ ആയത്ത്, അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാളത് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ മരണമല്ലാതെ മറ്റൊന്നും തടസ്സമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ സ്വഹാബത്ത് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഓരോ വഖ്ത് നമസ്കാരത്തിന് ശേഷവും ഞങ്ങളോട് സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്, അഥവാ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വഖ്ത് നമസ്കാരത്തിന് ശേഷവും സലാം വീട്ടിയാൽ സമയമുള്ളവർ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഓരോ തവണ പറയണം. ഈ ലോകത്തിലെയും പരലോകത്തിലെയും എല്ലാ ശർറുകളിൽ നിന്നും മനുഷ്യന് രക്ഷ നൽകുന്ന അതിബൃഹത്തായ ഇസ്തിആദയാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സ്വർഗത്തിൽ പോകാനുള്ള പ്രാർത്ഥനകൾ 5 വഖ്ത് നമസ്കാരത്തിന് ശേഷമുണ്ട്. അതോടൊപ്പം നരകത്തിൽ നിന്നുള്ള മോചനവും നമസ്കാര ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു. സ്വഹീഹായ ഹദീസുകളിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സലാം വീട്ടിയാൽ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, റബ്ബി ഖിനി അദാബക് യൗമ തബ്അസു ഇബാദക്, അള്ളാഹുവേ, നിന്റെ അടിമകളെ നീ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഖിയാമത്ത് നാളിൽ നിന്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് നാഥ, നരകശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമസ്കാര ശേഷം നമുക്ക് റബ്ബിനോട് അവൻ്റെ ഏകത്വം സ്ഥാപിക്കണം, അവനോട് പാപമോചനം തേടണം, അതോടൊപ്പം അള്ളാഹുവിനോട് സ്വർഗം ആവശ്യപ്പെടണം, അതോടൊപ്പം നരകത്തിൽ നിന്നുള്ള മോചനവും അള്ളാഹുവിനോട് നാം തേടിയേ മതിയാകൂ. അപ്രകാരം നമസ്കാര ശേഷവും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും വലിയ പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ട്. നമസ്കാര ശേഷം പിന്നീട് നമുക്ക് റബ്ബിനോട് ഇഹത്തിലും പരത്തിലും നമുക്ക് ധാരാളം നന്മകൾ നഷ്ടപ്പെടുത്തുന്ന ചില ദുസ്വഭാവങ്ങളിൽ നിന്നും ഗൗരവമേറിയ ചില അപകടങ്ങളിൽ നിന്നും രക്ഷ ചോദിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഓരോ നമസ്കാര ശേഷവും അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബുൻ,
അള്ളാഹുവെ ഭീരുത്വത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഭീരുത്വം മനുഷ്യനെ എല്ലാ നന്മയിൽ നിന്നും പിറകോട്ട് വലിക്കും. വഅഊദു ബിക മിനൽ ബുഖൽ, പിശുക്കിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഒന്ന്, സാമ്പത്തികമായി ഇസ്ലാമിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് മനുഷ്യന് തടസ്സമാകുന്നത് പിശുക്കാണ്. ശാരീരികമായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടസ്സമാകുന്നത് ഭീരുത്വവുമാണ്. അതിൽ രണ്ടിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ അർദലിൽ ഉമർ, അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിൻ്റെ പ്രയാസത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ഫിത്നത്തി ദുനിയ വഅദാബിൽ ഖബർ, ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന പ്രാർത്ഥന. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഫജ്ർ നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 തവണ വീതം ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ തവണ ചൊല്ലുമ്പോഴും ഓരോ നന്മകൾ രേഖപ്പെടുത്തപ്പെടും, ഓരോ പാപങ്ങൾ മായ്ക്കപ്പെടും. അതിനു പുറമെ ഇസ്മായിൽ കുടുംബത്തിൽ നിന്ന് 2 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമുണ്ടാകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനു പുറമെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഫജ്ർ നമസ്കാരത്തിന് ശേഷവും റബ്ബിനോട് ചോദിച്ചിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല, അള്ളാഹുവെ ഉപകാരപ്രദമായ ഇൽമ് അഥവാ ശർഈയായ ഹലാൽ ഹറാമുകളെ സംബന്ധിച്ചുള്ള അറിവ് നീ എനിക്ക് നൽകണം. അങ്ങനെ എനിക്ക് ത്വയ്യിബായ നല്ല ഹലാലായ ഉപജീവനം നൽകണം. അതിനു പുറമെ എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നീ എന്നിൽ നിന്ന് സ്വീകരിക്കുകയും വേണം. അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ള ദിക്ർ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൈപിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യാ മുആദ് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, മുആദ് അല്ലാഹുവാണേ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു മുആദ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ തദഅന്ന അൻ തഖൂല ഫീ ദുബ്രി കുല്ലി സ്വലാത്തിൻ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, നീ എല്ലാ നമസ്കാര ശേഷവും ഇങ്ങനെ പറയാൻ മറന്നു പോകരുത്. അല്ലാഹുവേ, നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി കാണിക്കാനും, നീ എന്നെ സൃഷ്ടിച്ചത് നിനക്ക് ഇബാദത്ത് ചെയ്യാനാണല്ലോ, ആ ഒരു ഡ്യൂട്ടി, ആ ഒരു കർമ്മം വളരെ നന്നായി നിർവഹിക്കുവാനുമുള്ള തൗഫീഖ് നാഥാ നീ എനിക്ക് നൽകണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവനോട് നന്ദി കാണിച്ചുകൊണ്ട് അവന് നല്ല നിലയ്ക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് നാം ഓരോരുത്തരും ജീവിക്കുകയും ചെയ്യുക. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.